തമിഴ്നാട്ടിൽ മാധ്യമ പ്രവർത്തകന് വെട്ടേറ്റു. ന്യൂസ് 7 ചാനലിന്റെ തിരുപ്പൂർ റിപ്പോർട്ടർ നേശപ്രഭുവിന് നേരെയാണ് ആക്രമണം. അജ്ഞാത സംഘം പിന്തുടരുന്നതായി പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിലും സുരക്ഷ വേണമെങ്കിൽ സ്റ്റേഷനിലേക്ക് വരണം എന്നായിരുന്നു മറുപടി. വിനയ് ഉണ്ണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനയ്, എപ്പോഴായിരുന്നു ഈ സംഭവം? വലിയ പരിക്കുകളുണ്ടോ? എന്താണ് നേശപ്രഭുവിന്റെ ഹെൽത്ത് അപ്ഡേറ്റ്? ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് 6 അംഗ അക്രമി സംഘം നേശപ്രഭുവിനെ ആക്രമിച്ചത്. നേശപ്രഭു തമിഴിലെ ന്യൂസ് 7 തമിഴ് എന്ന തമിഴ് ന്യൂസ് ചാനലിന്റെ തിരുപ്പൂർ റിപ്പോർട്ടറാണ്. ഇന്നലെ തിരുപ്പൂർ പലയിടത്ത് വെച്ചായിരുന്നു ഈ ആക്രമണം നടന്നത്. ഈ നേശപ്രഭുവിനെ അജ്ഞാത സംഘം പിന്തുടരുമ്പോൾ തന്നെ നേശപ്രഭു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച ചിത്രത്തിൽ തന്നെ അജ്ഞാത സംഘം പിന്തുടരുന്ന കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ സുരക്ഷ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരണമെന്നായിരുന്നു പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പിന്നീട് 9 മണിയോട് കൂടി നേശപ്രഭുവിനെ ആക്രമിക്കുകയായിരുന്നു. നേശപ്രഭുവിന്റെ വലതുകൈയിലാണ് കൂടുതൽ വെട്ടേറ്റിരിക്കുന്നത്. നേശപ്രഭുവിനെ കൂടുതൽ ചികിത്സയ്ക്കായി ഇപ്പോൾ കോയമ്പത്തൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ നേശപ്രഭു നേരത്തെ പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെയുള്ളവരുടെ പണപ്പിരിവിനെ കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. ഇതിനു പുറമെ സർക്കാർ ടാസ്മാക് മദ്യവിൽപ്പനശാലയിൽ ഉണ്ടാകുന്ന ഈ അനധികൃത മദ്യവിൽപ്പനയെ കുറിച്ചും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ ആക്രമണത്തിന് കാരണമായെന്നാണ് അറിയുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലും ഒരു കൃത്യമായ സുരക്ഷാ മാധ്യമ പ്രവർത്തനം അവിടുന്ന് ലഭിച്ചില്ല. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേശപ്രഭുവിന്റെ നില ഗുരുതരമല്ല എന്നാണ് അറിയുന്നത്. പക്ഷേ കൈക്ക് സാരമായ വെട്ടേറ്റിട്ടുണ്ട്.